നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവ ബോർഡ് 2025-26 അക്കാഡമിക് ഇയർ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഷെഡ്യൂൾ മാറ്റം. മിക്ക സ്കൂളുകളും ഏപ്രിൽ 30 വരെ 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെയും 12ാം ക്ലാസുകളുടെയും വിദ്യാർത്ഥികൾ രാവിലെ 7:55 മുതൽ 11:30 വരെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മിക്ക സ്കൂൾ ടൈം ടേബിളുകളിലും 20 മിനിറ്റ് ഇടവേളയുള്ള 5 പീരീഡുകൾ ഉൾപ്പെടുന്നു. അക്കാദമിക് ഷെഡ്യൂളിലെ മാറ്റത്തെ എതിർക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് പൊർവോറിമിലെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് പുറത്ത് പ്രതിഷേധിക്കും. ആദ്യ ഷെഡ്യൂൾ ഏപ്രിൽ 7 മുതൽ ഒക്ടോബർ 15 വരെയും അടുത്തത് നവംബർ 4 മുതൽ മാർച്ച് 24 വരെയും ആയിരിക്കും. ഗണേശ് ചതുർത്ഥി അവധി ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 1 വരെയും ദീപാവലി അവധി ഒക്ടോബർ 16 മുതൽ നവംബർ 3 വരെയുമായിരിക്കും. വാർഷിക ക്രിസ്മസ് അവധി ഡിസംബർ 24 മുതൽ ജനുവരി 2 വരെ ആയിരിക്കും. ഫസ്റ്റ് സമ്മേറ്റീവ് അല്ലെങ്കിൽ ടെർമിനൽ പരീക്ഷ ഒക്ടോബർ 7 മുൻപ് അവസാനിപ്പിക്കണമെന്നും സെക്കൻഡ് സമ്മേറ്റീവ് പരീക്ഷകൾ 2026 മാർച്ച് 13 മുൻപ് നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ DOE സ്കൂളുകളോട് ആവശ്യപ്പെട്ടു. കൽപ്പക കൾച്ചറൽ അസോസിയേഷന്റെ 35ാമത് വാർഷികാഘോഷം 2025 ഏപ്രിൽ 12 വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ സാക്ലീം രവീന്ദ്ര ഭവനിൽ വെച്ച് നടത്തപ്പെടുന്നു. മുഖ്യ അതിഥിയായി പത്മിനി ഫൗണ്ടേഷൻ ഗോവയുടെ പ്രസിഡന്റ് ശ്രീമതി സുലക്ഷണ P. സാവന്തും വിശിഷ്ട അതിഥിയായി ഫാക്മ പ്രസിഡന്റ് ശ്രീ NP. വാസുനായരും പങ്കെടുക്കുന്ന ചടങ്ങിൽ മലയാളം മിഷൻ നൽകുന്ന ബോധി അധ്യാപക പുരസ്കാര ജേതാവ് 2024 ഇന്ത്യ വിഭാഗത്തിൽ നിന്നുള്ള ശ്രീമതി ജയശ്രീ ജയപ്രകാശിനെ ആദരിക്കുകയും ചെയ്യും. TJ ഷെനോജ് കൽപ്പക കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് സ്വാഗത പ്രസംഗം നടത്തുകയും ശ്രീ സജികുമാർ പിള്ള ട്രഷറർ നന്ദി അറിയിക്കുകയും ചെയ്യും. ചടങ്ങിൽ തൈവമക്കൾ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും കലാരൂപങ്ങളും ഉണ്ടായിരിക്കും. ഈ ആഘോഷവേളയിലേക്ക് എല്ലാ കൽപ്പക കുടുംബാംഗങ്ങളെയും അഭ്യുദയകാംക്ഷികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി സെക്രട്ടറി PV ശ്രീകുമാർ അറിയിച്ചു. ബാർദേശ് തീരദേശ മേഖലയിലുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഇനി മുതൽ ബാഗയിലെ പുതുതായി പണിത സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വഴിമാറുന്നു. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സഹായത്തോടെ നിർമ്മിച്ച 5.6 MLD പ്ലാന്റാണ് ബാഗയിൽ പ്രവർത്തന സജ്ജമായത്. ഇതുവരെ പാഞ്ചിം ടോങ്കയിലെ STPയിലേക്കായിരുന്നു 80ഓളം ടാങ്കറുകൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. ജനുവരി മുതൽ ട്രയൽ റൺ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഈ ടാങ്കറുകൾ ഇനി പഞ്ചിം വരേണ്ട ആവശ്യമില്ലാതെയായി. ടാങ്കറുകളുടെ യാത്ര ഒഴിവാകുന്നതോടെ പനാജിയിൽ ഗതാഗതം സുഗമമാകുകയും ചെയ്യും. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ബാഗ മേഖലയിൽ പ്രത്യേകിച്ച് ഹോട്ടലുകൾക്കായി സീവേജ് കണക്ഷനുകൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. ബാഗ കലങ്കുത്ത് സീവേജ് പദ്ധതി അടുത്ത മെയ് അവസാനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. പനാജിയിൽ ഗതാഗതക്കുരുക്ക് അടക്കം നിരവധി പ്രശ്നങ്ങൾക്കുള്ള ഒരു ചെറിയ ആശ്വാസം പ്രതീക്ഷിക്കാം. സൗത്ത് ഗോവയുടെ ഡെപ്യൂട്ടി കളക്ടർ നൽകിയ ഷോക്കോസ് നോട്ടീസും സ്റ്റോപ്പ് വർക്ക് ഓർഡറും അവഗണിച്ച് KPM സിർവോയിലെ ഇല്ലീഗൽ ഹിൽ കട്ടിങ്ങും ലാൻഡ് ഫില്ലിങ്ങും പുനരാരംഭിച്ചുവെന്ന് ഹെറാൾഡ് ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാരിന്റെ ചില വകുപ്പുകളും പഞ്ചായത്തും ഇതിന് പിന്തുണ നൽകുന്നതായി സേവ് ഗോവ ബയോഡൈവേഴ്സിറ്റിയിലെ പ്രശാന്ത് നായിക് ദേശായി ആരോപിച്ചു. പരാതികൾക്ക് നടപടിയില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. JCB ഓപ്പറേറ്റർമാരെ തെറിപറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പഞ്ചായത്ത് അംഗം ദീപ്തി നായിക് പറഞ്ഞു. എന്നാൽ TCP അനുമതിയില്ലാതെ പ്രവർത്തനം നടക്കുന്നുവെന്നും ഇത് TCP ആക്ട് 17A ലംഘിക്കുന്നതാണെന്നും ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ലെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നും സർപഞ്ച് ന്യായീകരിക്കുന്നു. ശ്രീ ലൈരായ് സാത്രയ്ക്ക് സ്റ്റേറ്റ് ഫെസ്റ്റിവൽ പദവി നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ മഹാജൻ ക്ഷേത്ര കമ്മിറ്റി എതിർത്തതായി നവഹിന്ദ് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ റിപ്പോർട്ട് പറയുന്നു. ഷിർഗാവോയിലെ ക്ഷേത്രത്തിൽ നടന്ന പൊതുയോഗത്തിൽ 82 മഹാജൻ അംഗങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് അഭിപ്രായപ്പെട്ടതായി പറയുന്നു. സമിതിയുടെ പുതിയ പ്രസിഡന്റായി ദിനാന്ത് ഗാവ്കർ സ്ഥാനമേറ്റതിന് ശേഷം നടന്ന മീറ്റിംഗിലാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് മഹാജൻ സമിതിയുടെ അംഗീകാരമുണ്ടാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചത്. ജാത്രയ്ക്ക് സംസ്ഥാനോത്സവ പദവി നൽകുന്നത് ക്ഷേത്രത്തിന്റെ നടത്തിപ്പിലും വിശ്വാസത്തിലുമുള്ള ഇടപെടലായിരിക്കാമെന്ന് മഹാജന്മാർ ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ലോ ആൻഡ് ഓർഡർ പോലുള്ള സഹായം നൽകുന്നത് തുടരണം. എന്നാൽ ആഘോഷത്തിന്റെ ആചാരപരവും സാംസ്കാരികവുമായ സ്വഭാവം മാറ്റരുതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. സ്മാർട്ട് സിറ്റിക്കായി പനാജി നഗരത്തിനുള്ളിൽ ബസ് സർവീസുകൾ നടത്തുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് ആഴ്ചകൾക്കുള്ളിൽ 7 റൂട്ടുകളിൽ കണ്ടക്ടർ രഹിത ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അറിയിച്ചു. യാത്രക്കാർക്ക് ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആദ്യം സ്മാർട്ട് ട്രാൻസിറ്റ് കാർഡുകൾ ടാപ്പ് ചെയ്യാം. യാത്രയുടെ ദൈർഘ്യത്തിനനുസരിച്ച് സ്വയമേവ നിരക്ക് ഈടാക്കും.
UPI മോഡ് ഉപയോഗിച്ച് ടിക്കറ്റുകൾ വാങ്ങുന്നതും ടോമോക്ക് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ ബസ്സുകളിൽ ലഭ്യമായ QR കോഡ് സ്കാൻ ചെയ്യുന്നതും മറ്റ് ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആരംഭിച്ച ഈ ബസ്സുകൾ ജനപ്രീതി നേടുകയും പ്രതിദിനം 5000-ലധികം ആളുകൾ ബസ് സർവീസ് ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് KTCL അറിയിച്ചു. പഞ്ചിമിലെ ഡോണോപോളയിലുള്ള ലാമാറുവൽ കോളനിയിലെ നിവാസികൾ കഴിഞ്ഞ 7 മാസമായി കടുത്ത ജലക്ഷാമം നേരിടുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും വിശദീകരണം നൽകിയിട്ടില്ല എന്നും താമസക്കാർ പറയുന്നു. ഇല്ലീഗൽ ടാപ്പിംഗും തങ്ങളുടെ കോളനിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന PWD ജലവിതരണ ലൈനിലൂടെയുള്ള വലിയ റെസിഡൻഷ്യൽ വാണിജ്യ പദ്ധതികൾക്ക് പുതിയ ജല കണക്ഷനുകൾ നൽകുന്നതുമാണ് ജലവിതരണം നിലയ്ക്കാൻ കാരണമെന്ന് താമസക്കാർ സംശയിക്കുന്നു. ഗോവ ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് സമീപം താമസിക്കുന്നവർ കഴിഞ്ഞ 7 മാസമായി ജലക്ഷാമം നേരിടുകയാണെന്ന് ലാ മാർവൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.